ടാലന്റ് ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏപ്രിൽ 9-ാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ്. വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്. 2025 ഏപ്രിലിൽ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ കപ്പൽ ഏതെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കാം, MSC തുർക്കിയാണ് എന്നുള്ള കപ്പലാണ്. എന്താണ് ഓർത്തു വെക്കുക? MSC തുർക്കി എന്നുള്ള കപ്പലാണ് 2025 ഏപ്രിലിൽ വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയത്. വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യമായി എത്തുന്ന ഈ ഒരു കപ്പലിന് ഏകദേശം 24,364 സ്റ്റാൻഡേർഡ് കണ്ടെയ്നർ കപ്പലുകളെ കയറ്റുവാൻ സാധിക്കുന്നതാണ്. അത്രയും കഴിവുള്ള കപ്പലാണ്. അതേപോലെ തന്നെ ഈ ഒരു കപ്പലിന്റെ വേഗത എത്രയാണെന്ന് കൂടി ഓർത്തു വെക്കാം. 15.1 നോട്ട്സ് ആണ്. എത്രയാണ്? 15.1 നോട്ട്സ് ആണ് ഈ ഒരു കപ്പലിന്റെ വേഗത. അപ്പോൾ ഓർത്തു വെക്കുക, ഏതാണ് കപ്പലെന്ന് ഓർത്തു വെക്കാം. MSC. എന്താണ്? MSC തുർക്കിയാണ് അടുത്തിടെ വിഴിഞ്ഞം തുറമുഖത്ത്, തിരുവനന്തപുരത്തുള്ള വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയത്. അപ്പോൾ ഈ ഒരു കപ്പൽ അത്രയും വലുതാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. ഏകദേശം 24,364 സ്റ്റാൻഡേർഡ് കപ്പലുകൾ കയറ്റുവാൻ സാധിക്കുന്ന അത്രയും കഴിവുള്ള ഒരു കപ്പലാണ് MSC തുർക്കി എന്നുള്ളത്. അതേപോലെ ഈ ഒരു കപ്പലിന്റെ സ്പീഡ് എത്രയാണ്? 15.1 നോട്ട്സ് ആണ് ഈ ഒരു കപ്പലിന്റെ വേഗത. അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു പദ്ധതിയാണ്. പദ്ധതിയുടെ പേര് ഓർത്തു വെക്കുക, സഹയാത്രിക എന്നുള്ള പദ്ധതിയാണ്. അപ്പോൾ ഈ ഒരു പദ്ധതി വന്നിട്ട് ഏകദേശം 1 വർഷം ആകുകയാണ്. അപ്പോൾ 1 വർഷം മുമ്പ് വന്നിട്ടുള്ള ഒരു പദ്ധതിയാണ് സഹയാത്രിക എന്നുള്ള പദ്ധതി. ഇനി എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതി ആയിരുന്നു സഹയാത്രിക എന്നുള്ള കാര്യം നമുക്ക് ഓർത്തു വെക്കാം. നഗരത്തിലെത്തുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതരായി വിവിധ സ്ഥലങ്ങളിൽ മറ്റും യാത്ര ചെയ്യാൻ കോട്ടയം ജില്ലാ പഞ്ചായത്തും പോലീസും ചേർന്ന് ഒരുക്കിയ ഒരു പദ്ധതിയാണിത്. എന്താണ്? സഹയാത്രിക എന്നുള്ള പദ്ധതി. അപ്പോൾ നഗരത്തിലെത്തുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതമായി വിവിധ സ്ഥലങ്ങളിലേക്കും മറ്റും വീടുകളിലേക്കും ഒക്കെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ആരൊക്കെ ചേർന്നാണ് ആരംഭിച്ചത്? കോട്ടയം ജില്ലാ പഞ്ചായത്തും അതേപോലെ പോലീസും ചേർന്ന് ഒരുക്കിയ പദ്ധതിയാണ് സഹയാത്രിക. അടുത്തത് ഒരു കുടുംബശ്രീ പരിപാടിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ജൻ ഗെൽസ എന്നാണ് പരിപാടിയുടെ പേര്. എന്താണ് ഈ പരിപാടി എന്ന് നോക്കാം. മൺമറയാൻ സാധ്യതയുള്ള കലാരൂപങ്ങൾ കണ്ടെത്തി പ്രൊഫഷണൽ പ്രോഗ്രാമാക്കി അവതരിപ്പിക്കുന്ന കുടുംബശ്രീയുടെ ആ ഒരു പരിപാടിയുടെ പേരാണ് ജൻ ഗെൽസ എന്നുള്ള പരിപാടി. അപ്പോൾ എന്താണെന്ന് ഓർത്തു വെക്കുക, നമ്മുടെ സംസ്ഥാനത്തുള്ള ആദിവാസി ഊരുകളിൽ സർവേ നടത്തി അവിടെ മൺമറയാൻ സാധ്യതയുള്ള അവിടെയുള്ള കലാരൂപങ്ങൾ കണ്ടെത്തി അവ പ്രൊഫഷണൽ പ്രോഗ്രാമുകളാക്കി അവതരിപ്പിക്കുന്നതിനെയാണ് അങ്ങനെ ചെയ്യുന്ന കുടുംബശ്രീയുടെ ആ ഒരു പരിപാടിയാണ് ജൻ ഗെൽസ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സർവേ നടത്തി ഈ ഒരു കലാരൂപങ്ങൾ കണ്ടെത്തുകയും ഏതൊക്കെയാണെന്ന് കണ്ടെത്തുകയും അവ അവതരിപ്പിക്കുവാനായിട്ട് കഴിവുള്ള ഗോത്ര വിഭാഗക്കാരെ കണ്ടെത്തുകയും ചെയ്യുന്നത് ആരായിരിക്കും? കുടുംബശ്രീ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ കുടുംബശ്രീ അവരെ കണ്ടെത്തുകയും അവർക്ക് വേണ്ട ഈ ഒരു പരിപാടികൾ അവതരിപ്പിക്കുവാൻ വേണ്ട സാമ്പത്തിക സഹായമൊക്കെ കുടുംബശ്രീ നൽകുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് ഈ ഒരു പരിപാടി, അതായത് ഈ കലാരൂപങ്ങൾ പ്രൊഫഷണൽ പ്രോഗ്രാമുകളാക്കി അവതരിപ്പിക്കുന്ന ആ ഒരു പരിപാടിയാണ് ജൻ ഗെൽസ എന്നുള്ളത്. അപ്പോൾ ഓർത്ത് വെക്കാം, മൺമറയാൻ സാധ്യതയുള്ള കലാരൂപങ്ങൾ കണ്ടെത്തി കുടുംബശ്രീ കണ്ടെത്തി പ്രൊഫഷണൽ പ്രോഗ്രാം ആക്കി അവതരിപ്പിക്കുന്ന ആ ഒരു പരിപാടിയുടെ പേരെന്താണ്? ജൻ ഗെൽസ എന്നാണ്. കേരള PSC HSI സോഷ്യൽ സയൻസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് ഒരുക്കിയിരിക്കുന്ന HSI സോഷ്യൽ സയൻസ് ബുക്കുകൾ. അപ്പോൾ 2 വോളിയങ്ങളിലായിട്ടാണ് ഈ ഒരു ബുക്ക് വന്നിട്ടുള്ളത്. PSCയുടെ ഏറ്റവും പുതിയ സിലബസ് പ്രകാരം മുൻവർഷ ചോദ്യപേപ്പറുകൾ ഉൾപ്പെടുത്തിയാണ് ഈ ഒരു ബുക്കുകൾ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ ഉറപ്പായും ഈ ബുക്കുകൾ സ്വന്തമാക്കുക. ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ വഴിയോ ഈ ബുക്കുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. ഉടൻ തന്നെ കോപ്പികൾ സ്വന്തമാക്കൂ. അടുത്തതൊരു അപ്പോയിന്റ്മെന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 2025 ഏപ്രിലിൽ FIEO പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ ആരാണെന്ന് ഓർത്ത് വെക്കുക, SC റാൽഹാൻ ആണ്. ആരാണ്? SC റാൽഹാൻ ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായിട്ടുള്ളത്. അപ്പോൾ ഓർത്ത് വെക്കുക, എന്തിന്റെ പ്രസിഡന്റ് ആയിട്ടാണ്? FIEOയുടെയാണ്, അതായത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ഓർഗനൈസേഷന്റെ പ്രസിഡന്റ് ആയിട്ടാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ 2025 ഏപ്രിലാണ് ഈ ഒരു നിയമനം നടന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. അപ്പോൾ 2025 ഏപ്രിലിൽ FIEO പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? SC റാൽഹാൻ ആണ്. വീണ്ടും ഒരു അപ്പോയിന്റ്മെന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 2025 ഏപ്രിലിൽ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ പ്രസിഡന്റായി നിയമിതനായത് ആരെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കുക, മൊഹ്സിൻ നാഖ്വി ആണ്. ആരാണ്? മൊഹ്സിൻ നാഖ്വി ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായിട്ടുള്ളത്. അപ്പോൾ 2025 ഏപ്രിലാണ് ഈ ഒരു നിയമനം നടന്നിട്ടുള്ളത്. എന്തിന്റെയാണെന്ന് ഓർത്തു വെക്കുക, ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ പ്രസിഡന്റ് ആയിട്ടാണ് അദ്ദേഹം നിയമിതനായിട്ടുള്ളത്. അടുത്തതൊരു അവാർഡാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഫ്രെഡ് ഡാരിങ്ടൺ സാൻഡ് ആർട്ട് അവാർഡ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കാം, സുദർശൻ പട്നായിക് ആണ്.
ആരാണ്? സുദർശൻ പട്നായിക് ആണ് ഈ ഒരു പുരസ്കാരം ആദ്യമായിട്ട് നേടുന്നത്. ഏത് അവാർഡാണെന്ന് ഓർത്തു വെക്കുക, ഫ്രെഡ് ഡാരിങ്ടൺ സാൻഡ് ആർട്ട് അവാർഡാണ്. അപ്പോൾ ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഏത് മേഖലയിൽ നൽകുന്ന പുരസ്കാരമാണിത്. സാൻഡ് ആർട്ടിലെ മികച്ച സംഭാവനകളെ അടിസ്ഥാനമാക്കി നൽകുന്ന ഒരു പുരസ്കാരമാണിത്. അപ്പോൾ ഈ ഒരു പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ആരാണ്? സുദർശൻ പട്നായിക്. ഇംഗ്ലണ്ടിലെ ഡോർസെറ്റിൽ വെച്ച് നടന്ന സാൻഡ് വേൾഡ് 2025 സാൻഡ് ആർട്ട് ഫെസ്റ്റിവലിൽ വെച്ചാണ് ഈ ഒരു പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചത്. അപ്പോൾ പോയിന്റ് ഓർത്ത് വെക്കുക, ഫ്രെഡ് ഡാരിങ്ടൺ സാൻഡ് ആർട്ട് അവാർഡ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? സുദർശനൻ പട്നായിക് ആണ്. അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്. അടുത്തിടെ മെറ്റ അവതരിപ്പിച്ച പുതിയ ലാമ 4 സീരീസ് ഏതൊക്കെയെന്നാണ്. അപ്പോൾ ഓർത്ത് വെക്കാം, ലാമ 4 സ്കൗട്ടും അതേപോലെ ലാമ 4 മാവറിക്കുമാണ് എന്താണ് അടുത്തിടെ മെറ്റ അവതരിപ്പിച്ച പുതിയ ലാമ 4 സീരീസ്. അപ്പോൾ ഈ രണ്ട് സീരീസുകളുടെ പേര് ഓർത്ത് വെക്കുക, എന്താണ്? ലാമ 4 സ്കൗട്ടും അതേപോലെ തന്നെ ലാമ 4 മാവേറിക്കുമാണ് എന്താണ് അടുത്തിടെ മെറ്റയാണ് ഈ രണ്ട് സീരീസുകളും അവതരിപ്പിച്ചിരിക്കുന്നത്. കേരള PSC ഡിഗ്രി ലെവൽ എക്സാം പ്രിലിംസിന് വേണ്ടി 2025 തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അവതരിപ്പിക്കുന്നു മുന്നൊരുക്കം ടെസ്റ്റ് സീരീസ്. 25 മോക്ക് ടെസ്റ്റ് ഉൾപ്പെടെ 85 ടെസ്റ്റുകളാണ് ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അവയുടെ വീഡിയോ എക്സ്പ്ലനേഷനും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. കേരള PSC ഡിഗ്രി ലെവൽ എക്സാമിന്റെയും UPSC എക്സാമിന്റെയും പാറ്റേണിലാണ് ഈ ഒരു ടെസ്റ്റ് സീരീസ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഫുൾ സിലബസ് കവറേജ് ആയിട്ടുള്ള ഈ ഒരു ടെസ്റ്റ് സീരീസിൽ കറണ്ട് അഫയേഴ്സ് നോട്ടുകളും ഇതിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകും. മാത്രമല്ല കറണ്ട് അഫയർ എക്സാമുകളും ഇതിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. അപ്പോൾ ഉടൻ തന്നെ ടാലന്റിന്റെ മുന്നൊരുക്കം ടെസ്റ്റ് സീരീസ് പർച്ചേസ് ചെയ്യുക. അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് 1 സ്റ്റേറ്റ് 1 RRB എന്നുള്ള പദ്ധതിയെ കുറിച്ചാണ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണിതെന്ന് നോക്കാം. പ്രാദേശിക ഗ്രാമീണ ബാങ്കുകളുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനും ഏകീകരിക്കുന്നതിനുമായി ധനകാര്യ മന്ത്രാലയം അവതരിപ്പിക്കുന്ന പദ്ധതിയാണിത്. അപ്പോൾ പദ്ധതിയുടെ പേര് പ്രത്യേകം ഓർത്തു വെക്കുക, എന്താണ്? 1 സ്റ്റേറ്റ് 1 RRB എന്നാണ്. എന്താണ് നമുക്ക് RRBയുടെ ഫുൾ ഫോം അറിയാം, റീജിയണൽ റൂറൽ ബാങ്ക്. അപ്പോൾ ഈ ഒരു റീജിയണൽ റൂറൽ ബാങ്കുകളുടെ അതായത് പ്രാദേശിക ഗ്രാമീണ ബാങ്കുകളുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാനും ഏകീകരിക്കുന്നതിനുമായിട്ടാണ് ധനകാര്യം ഇങ്ങനെ ഒരു പദ്ധതി അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ ധനകാര്യ മന്ത്രി ആരാണെന്ന് അറിയാം, കേന്ദ്ര ധനകാര്യ മന്ത്രി ആരാണ്? നിർമ്മല സീതാരാമനാണ്. അപ്പോൾ ഇതിനു വേണ്ടി തയ്യാറാക്കിയ ഈ ഒരു പദ്ധതിയുടെ പേര് ഓർത്തു വെക്കാം, ഓർത്തു വെക്കുക, 1 സ്റ്റേറ്റ് 1 RRB എന്നാണ്. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ്, ഇന്ത്യയിൽ പുതിയ ഭൂഗർഭ നേവൽ ബേസ് നിലവിൽ വരുന്നത് എവിടെയെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കുക, ആന്ധ്രാപ്രദേശിലാണ്. എന്താണ്? ഇന്ത്യയിൽ പുതിയതായി ഭൂഗർഭ നേവൽ ബേസ് നിലവിൽ വരുന്നത് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. അപ്പോൾ ഓർത്തു വെക്കാം, പ്രൊജക്ട് വർഷയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു നേവൽ ബേസ് ആന്ധ്രാപ്രദേശിൽ നിലവിൽ വരുന്നത്. എന്താണ്? പ്രൊജക്ട് വർഷയുടെ ഭാഗമായിട്ടാണ്. അതേപോലെ തന്നെ ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ഈ ഒരു നേവൽ ബേസിൽ എന്താണ് പുതിയ അന്തർവാഹിനികളും അതേപോലെ തന്നെ യുദ്ധക്കപ്പലുകളും സ്ഥാപിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പോയിന്റ് ഓർത്ത് വെക്കാം, ഇന്ത്യയിൽ പുതിയ ഭൂഗർഭ നേവൽ ബേസ് നിലവിൽ വരുന്നത് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്, ഇന്ത്യയിലെ ആദ്യ ഗ്രീൻ ടഗിന്റെ നിർമ്മാണം ആരംഭിച്ച സംസ്ഥാനം ഏതെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കാം, കൊച്ചിൻ കപ്പൽ നിർമ്മാണശാലയാണ്, കൊച്ചിൻ ഷിപ്പ്യാർഡ് ആണ് എന്താണ് ഇന്ത്യയിലെ ആദ്യ ഗ്രീൻ ടഗിന്റെ നിർമ്മാണം ആരംഭിച്ച സ്ഥാപനം. അപ്പോൾ ഓർത്തു വെക്കുക, ഹരിത ഇന്ധനം ഉപയോഗിച്ച് 16 ഗ്രീൻ ടഗുകളാണ് ഇന്ത്യ നിർമ്മിക്കാനായി ഒരുങ്ങുന്നത്. അതിൽ ആദ്യ 2 നിർമ്മാണമാണ് എവിടെയാണ്? കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ആരംഭിച്ചിരിക്കുന്നത്. ആദ്യ 2 നിർമ്മിക്കുന്നത് എവിടെയാണ്? കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ്. അപ്പോൾ ആ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ പോയിന്റ് ഓർത്തു വെക്കാം, ഇന്ത്യയിലെ ആദ്യ ഗ്രീൻ ടഗിന്റെ നിർമ്മാണം ആരംഭിച്ച സ്ഥാപനം ഏതാണ്? കൊച്ചിൻ ഷിപ്പ്യാർഡ് ആണ്. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്, അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ദുബായ് കിരീട അവകാശി ആരെന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് ഓർത്തു വെക്കാം, ഷൈഖ് ഹംദാൻ ആണ്. ആരാണ്? ഷൈഖ് ഹംദാൻ ആണ് അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ദുബായ് കിരീടാവകാശിയായ വ്യക്തി. അപ്പോൾ അദ്ദേഹത്തിന്റെ മറ്റു 2 പ്രത്യേകതകൾ കൂടി നമുക്ക് ഓർത്തു വെക്കാം. ദുബായിയുടെ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ആര് തന്നെയാണ്? ഷൈഖ് ഹംദാൻ തന്നെയാണ്. ഓർത്തു വെക്കുക, എന്താണ്? ദുബായിയുടെ ഉപപ്രധാനമന്ത്രിയും അതേപോലെ തന്നെ പ്രതിരോധ മന്ത്രിയും ആരാണ്? ഷൈഖ് ആണ്. അപ്പോൾ അദ്ദേഹമാണ് അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ദുബായ് കിരീടാവകാശി. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്, അടുത്തിടെ ദക്ഷിണ സുഡാനിലെ പൗരന്മാരുടെ വിസ നിരോധിച്ച രാജ്യം ഏതെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കുക, US ആണ്. അപ്പോൾ ഏത് രാജ്യത്തെ പൗരന്മാരുടെയാണ് വിസ നിരോധിച്ചിരിക്കുന്നത്? ദക്ഷിണ സുഡാനിലെ പൗരന്മാരുടെ വിസയാണ് നിരോധിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം ഏതാണെന്ന് ഓർത്തു വെക്കുക, US ആണ് ഇങ്ങനെ ഒരു വിസ നിരോധനം ഏർപ്പെടുത്തിയത്. അപ്പോൾ ഇതിന്റെ കാരണം എന്താണെന്ന് കൂടി നമുക്ക് ഓർത്തു വെക്കാം. വാഷിംഗ്ടണും അതേപോലെ
ജൂബയും തമ്മിലുള്ള പ്രശ്നങ്ങൾ, ആ ഒരു സംഘർഷങ്ങൾ രൂക്ഷിതമായതിനെ തുടർന്നാണ് US ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അപ്പോൾ ഓർത്തു വെക്കുക, അടുത്തിടെ ദക്ഷിണ സുഡാനിലെ പൗരന്മാരുടെ വിസ നിരോധിച്ച രാജ്യം ഏതാണ്? US ആണ്. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. അടുത്തിടെ പരുത്തി വ്യാപാര സഹകരണത്തിനായി ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പുവെച്ച രാജ്യം ഏതെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കുക, ഏത് രാജ്യമാണ്? ഓസ്ട്രേലിയയാണ്. അപ്പോൾ ഓസ്ട്രേലിയയും ഇന്ത്യയും തമ്മിലാണ് ഇങ്ങനെ ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ള ധാരണാപത്രമാണ്? പരുത്തി വ്യാപാര സഹകരണത്തിന് വേണ്ടിയിട്ടുള്ള ധാരണാപത്രത്തിലാണ് രണ്ട് രാജ്യങ്ങളും ഒപ്പുവെച്ചിരിക്കുന്നത്. അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്. ജൈവ ഇന്ധനത്തിനായി വനം വെട്ടിത്തെളിക്കാൻ ഒരുങ്ങുന്ന രാജ്യം ഏതെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കാം, ഇന്തോനേഷ്യയാണ് ഇങ്ങനെ ഒരു കാര്യത്തിനായി ഒരുങ്ങുന്നത്. അപ്പോൾ എന്താണ്? ജൈവ ഇന്ധനത്തിന് വേണ്ടിയിട്ട് വനം, എന്താണ്, ഹെക്ടറുകളോളം വനമാണ് വെട്ടി നശിപ്പിക്കാനായിട്ട് ഒരുങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വന നശീകരണത്തിന് ഒരുങ്ങുന്ന രാജ്യം ഏതാണ്? ഇന്തോനേഷ്യയാണ്. അപ്പോൾ എന്ത് കാരണം കൊണ്ടാണെന്ന് ഓർത്തു വെക്കുക, ജൈവ ഇന്ധനത്തിന് വേണ്ടിയിട്ടാണ്. അതായത് നെല്ല് പോലുള്ള ഭക്ഷ്യധാന്യങ്ങളും അതേപോലെ തന്നെ ഗ്രീൻ ഇന്ധനമായിട്ടുള്ള എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കരിമ്പ് കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വന നശീകരണത്തിനായി ഇന്തോനേഷ്യ ഒരുങ്ങുന്നത്. അപ്പോൾ ഓർത്തു വെക്കുക, ജൈവ ഇന്ധനത്തിനായി വനം വെട്ടിത്തെളിക്കാൻ ഒരുങ്ങുന്ന രാജ്യം ഏതാണ്? ഇന്തോനേഷ്യയാണ്. നെല്ല് പോലുള്ള ഭക്ഷ്യധാന്യങ്ങൾ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടും ഗ്രീൻ എനർജി ആയിട്ടുള്ള എഥനോൾ ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടി എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നതിനായിട്ടുള്ള കരിമ്പ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വന നശീകരണം നടത്തുന്നത്. ഇനി ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 2025 ഏപ്രിലിൽ അന്തരിച്ച മുൻ കേരള ഹൈക്കോടതി ജസ്റ്റിസ് ആരെന്ന് ഓർത്തു വെക്കാം. ആരാണ്? MA കൃഷ്ണനാണ്. ആരാണ്? MA കൃഷ്ണനാണ്. അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ്. ഇനി അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ഓർത്തു വെക്കുക. അദ്ദേഹം മുൻ കേരള ഹൈക്കോടതി ജസ്റ്റിസ് ആയിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഓംബുഡ്സ്മാൻ ആയി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അന്തരിച്ചതെന്നാണ് 2025 ഏപ്രിലാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് ഓർത്തു വെക്കാം, MA കൃഷ്ണൻ എന്നാണ്. കേരള PSC എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് CPO, WCPO, SA പോലീസ്, അസിസ്റ്റന്റ് സെയിൽസ്മാൻ, BFO, CEO, VFA, പോലീസ് ഡ്രൈവർ, ഫയർമാൻ, ഫയർവുമൻ എന്നീ പോസ്റ്റുകളിലേക്കുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലാസുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുകയോ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക. ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു. 2025 ഏപ്രിലിൽ വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയ കപ്പൽ ഏതെന്നാണ്. ഏത് കപ്പലാണ്? MSC തുർക്കി എന്നുള്ള കപ്പലാണ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു പദ്ധതിയായിരുന്നു, സഹയാത്രിക എന്നുള്ള പദ്ധതിയാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയായിരുന്നു ഇത്? നഗരത്തിലെത്തുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതരായി വിവിധ സ്ഥലങ്ങളിൽ മറ്റും യാത്ര ചെയ്യാനായി കോട്ടയം ജില്ലാ പഞ്ചായത്തും അതേപോലെ പോലീസും ചേർന്ന് ഒരുക്കിയ പദ്ധതിയാണ് സഹയാത്രിക എന്നുള്ള പദ്ധതി. ശേഷം നമ്മൾ നോക്കിയത് മൺമറയാൻ സാധ്യതയുള്ള കലാരൂപങ്ങൾ കണ്ടെത്തി പ്രൊഫഷണൽ പ്രോഗ്രാമാക്കി അവതരിപ്പിക്കുന്ന കുടുംബശ്രീ പരിപാടി ഏതെന്നാണ്. അപ്പോൾ ജൻ ഗൽസ എന്നുള്ള പരിപാടിയാണ് ഇതിനു വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു പരിപാടിയാണിത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു അപ്പോയിന്റ്മെന്റ് ആയിരുന്നു. 2025 ഏപ്രിലിൽ FIEO പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ്. ആരാന്ന് ഓർത്തു വെക്കുക, SC രാഘവൻ ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായിട്ടുള്ളത്. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ഓർഗനൈസേഷന്റെ പ്രസിഡന്റ് ആയിട്ടാണ് അദ്ദേഹം നിയമിതനായത്. അത് കഴിഞ്ഞും ഒരു അപ്പോയിന്റ്മെന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്തത്. 2025 ഏപ്രിലിൽ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ പ്രസിഡന്റായി നിയമിതനായത് ആരാണ്? മോക്സി നഖ്വി ആണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു. ഫ്രെഡ് ഡാരിങ്ടൺ സാൻഡ് ആർട്ട് അവാർഡ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കുക, സുദർശൻ പട്നായിക് ആണ് ഈ ഒരു പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ. ശേഷം നമ്മൾ നോക്കിയത് അടുത്തിടെ മെറ്റ അവതരിപ്പിച്ച പുതിയ ലാമ 4 സീരീസ് ഏതൊക്കെയെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കുക, ലാമ 4 സ്കൗട്ടും അതേപോലെ ലാമ 4 മാവറിക്കും എന്നുള്ള 2 സീരീസുകളാണ് മെറ്റ അടുത്തിടെ അവതരിപ്പിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് പ്രാദേശിക ഗ്രാമീണ ബാങ്കുകളുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനും ഏകീകരിക്കുന്നതിനുമായി ധനകാര്യ മന്ത്രാലയം അവതരിപ്പിക്കുന്ന പുതിയ പദ്ധതി ഏതെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കാം, 1 സ്റ്റേറ്റ് 1 RRB എന്നുള്ള പദ്ധതിയാണ്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നു കേന്ദ്ര ധനകാര്യ മന്ത്രി ആരാണ്? നിർമ്മല സീതാരാമനാണ്. ശേഷം നമ്മൾ നോക്കിയത് ഇന്ത്യയിൽ പുതിയ ഭൂഗർഭ നേവൽ ബേസ് നിലവിൽ വരുന്നത് എവിടെയെന്നാണ്. ആന്ധ്രാപ്രദേശിലാണ് ഈ ഒരു പുതിയ ഭൂഗർഭ നേവൽ ബേസ് നിലവിൽ വരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഇന്ത്യയിലെ ആദ്യ ഗ്രീൻ ടെഗിന്റെ നിർമ്മാണം ആരംഭിച്ച സ്ഥാപനം ഏതെന്നാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ആണ് ഇന്ത്യയിൽ ആരംഭിക്കുന്ന ആദ്യ ഗ്രീൻ ടെഗിന്റെ, അതായത് 16 ഗ്രീൻ ടെഗുകളിൽ ആദ്യത്തെ 2 നിർമ്മിക്കുന്നത് എവിടെയാണ്? കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ്. അപ്പോൾ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ദുബായ് കിരീടാവകാശി ആരെന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പേരോർത്ത് വെക്കാം, ഷൈഖ് ഹംദാൻ ആണ് അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ദുബായ് കിരീടാവകാശി. അപ്പോൾ അദ്ദേഹത്തിന്റെ മറ്റു പ്രത്യേകതകൾ കൂടി നമ്മൾ പറഞ്ഞിരുന്നു. ദുബായിയുടെ ഉപപ്രധാനമന്ത്രിയും അതേപോലെ പ്രതിരോധ മന്ത്രിയുമാണ് അദ്ദേഹം. ശേഷം നമ്മൾ നോക്കിയത് അടുത്തിടെ ദക്ഷിണ സുഡാനിലെ പൗരന്മാരുടെ വിസ നിരോധിച്ച രാജ്യം ഏതെന്നാണ്. US ആണ് ഇങ്ങനെ ഒരു നിരോധനം ഏർപ്പെടുത്തിയത്. അപ്പോൾ ദക്ഷിണ സുഡാനിലെ പൗരന്മാരുടെ വിസയാണ് നിരോധിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്തിടെ പരുത്തി വ്യാപാര സഹകരണത്തിനായി ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പുവെച്ച രാജ്യം ഏതെന്നാണ്. ഓസ്ട്രേലിയയാണ് ഇങ്ങനെ ഒരു ധാരണാപത്രത്തിൽ ഇന്ത്യയുമായി ഒപ്പുവെച്ചത്.
അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ജൈവ ഇന്ധനത്തിനായി വനം വെട്ടിത്തെളിക്കാൻ ഒരുങ്ങുന്ന രാജ്യം ഏതെന്നാണ്? ഇന്തോനേഷ്യയാണ്. അപ്പോൾ എന്തിനാണ്? ജൈവ ഇന്ധനം, അതായത് ജൈവ ഇന്ധനമായ എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കരിമ്പും മറ്റും കൃഷി ചെയ്യുന്നതിനായിട്ടാണ് ഈ ഒരു വനനശീകരണത്തിനായി ഇന്തോനേഷ്യ ഒരുങ്ങുന്നത്. ശേഷം ഒരു വിയോഗമായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത്. 2025 ഏപ്രിലിൽ അന്തരിച്ച മുൻ കേരള ഹൈക്കോടതി ജസ്റ്റിസ് ആരെന്നാണ്? അപ്പോൾ MA കൃഷ്ണനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ മറ്റു പ്രത്യേകതയും നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ്? നമ്മുടെ കേരള സംസ്ഥാന തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഓംബുഡ്സ്മാനായിട്ടും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം ഇതാണ്: 2025 ശ്രീലങ്കയുടെ മിശ്ര വിഭൂഷണ പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ദ്രൗപദി മുർമു, ഓപ്ഷൻ ബി ഡൊണാൾഡ് ട്രംപ്, ഓപ്ഷൻ സി നരേന്ദ്രമോദി, ഓപ്ഷൻ ഡി വ്ളാഡിമിർ പുടിൻ. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹത നേടിയത് ആരെന്നാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സക്കറിയ, ഓപ്ഷൻ ബി സാറ ജോസഫ്, ഓപ്ഷൻ സി സേതു, ഓപ്ഷൻ ഡി രാജശ്രീ. ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: കേരള അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസഡർ ആയ വ്യക്തി ആരെന്നാണ്? അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ആരാണ്? PR ശ്രീജേഷ് ആണ് എന്താണ് കേരള അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസഡർ ആയ വ്യക്തി. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: 2025 പുരുഷ ഏഷ്യ കപ്പ് ഹോക്കി ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയെന്നാണ്? ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്. രാജ്ഗീറിൽ വെച്ചാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.